കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയണമല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അറമൊരുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അറമൊരുക്കുകയും നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം പെരിഫറൽ ലുക്കിംഗ് ഔട്ട്, ഡീപ്ലി ലുക്കിംഗ് ഔട്ട്. പെരിഫറൽ ലുക്കിംഗ് ഔട്ട് മീൻസ് മുകളിൽ മാത്രം. ഇത് വായിക്കുമ്പോൾ മുകളിൽ എന്താണ് അർത്ഥം, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഡീപ്ലി ലുക്കിംഗ് ഔട്ട് ദ ഗോസ്പൽ. അപ്പം ആഴത്തിൽ ഇത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ അതിനുடைய അർത്ഥം വേറെയാണ്. പെരിഫറലി, മുകളിൽ മാത്രം ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞു വയസ്സില് പപ്പയും കുട്ടികളും അതുപോലെ അമ്മയും കുട്ടികളും സംസാരിക്കുന്ന രീതിയാണ്. ഈ കുഞ്ഞു കുട്ടികൾ പോലെ, മമ്മി എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമുണ്ടോ മക്കളെ? വീണ്ടും ഈ കുഞ്ഞു ചോദിക്കും, എന്നെ ഇഷ്ടമാണോ മമ്മി? ഇഷ്ടമെന്ന് പറയും. ഇഷ്ടമാണോ മമ്മി? ഇഷ്ടം. 2-3 പ്രാവശ്യം ചോദിച്ചാൽ മമ്മിക്ക് ഒരു ഉത്തരം പറയും. വീണ്ടും ചോദിച്ചാൽ മമ്മിക്ക് ദേഷ്യം അല്ലേ? വരൂല്ലേ? അങ്ങനെ ദേഷ്യം മാറാതെ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മാതാക്കളാണ്. ഇവിടെ ഉള്ള എല്ലാവരും അവസ്ഥ പിതാക്കളാണ്. ഞാൻ എங்களுக்கு മുൻപ് മുട്ടുകുത്തി അവസ്ഥ പിതാക്കളെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥന സഹായം ചോദിക്കും. ഇവിടെ നിങ്ങൾ സമ്മതിച്ചെങ്കിൽ എല്ലാ മാതാവുടെ അനുജത്തിമാരെ, ചേച്ചിമാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നിങ്ങൾക്ക് മുൻപ് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥന സഹായം ചോദിക്കും. ഇത് യഥാർത്ഥമാണ്, ഹ്യൂമൻ ടെൻഡൻസിയാണ്, സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ്, മാനസികമായിട്ടുള്ള ആസ്പെക്ട് ആണ്. 1 പ്രാവശ്യം 2 പ്രാവശ്യം ചോദിച്ചാൽ കുഴപ്പമില്ല. വീണ്ടും എന്നെ സ്നേഹിക്കുന്നുവോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും. പക്ഷേ ഈശോ അതുപോലെ ചോദിക്കുക. പത്രോസ് ഇങ്ങനെ വീണ്ടും വരുക, ശിമയോനെ സ്നേഹിക്കുന്നു? കർത്താവ്, എന്റെ ആടുകൾ മേയ്ക്ക്. എന്നെ സ്നേഹിക്കുന്നു? 2ാം പ്രാവശ്യം സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 3ാം പ്രാവശ്യം എനിക്ക് ഡൗട്ട് വരുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നു? ഇതിനർത്ഥം മുകളിൽ ഈ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന പോലെ ഉണ്ട് ഈ പാഠം. മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഡീപ്പായിട്ട് ഇതിന്റെ സുവിശേഷത്തിന്റെ ആഴത്തിൽ വിശ്വസിച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനർത്ഥം വേണം. എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ കർത്താവേ എന്ന് ഉത്തരം പറഞ്ഞ ശേഷം മോനെ ദിനേശ പത്രോസ്, നീ കർത്താവ് എന്ന് പറയുന്ന കർത്താവുക്ക് ബദൽ ഉത്തരം വേറെ രീതിയാണ്. ലാസ്റ്റ് ഉത്തരവുണ്ട്.
നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ആഗ്രഹിക്കാത്ത ഇടം എന്താണ്? ചില ആൾക്കാർ പറയും, ഞാൻ ഇപ്പൊ മരിക്കും പറയും, പക്ഷേ മരിക്കാൻ ഇഷ്ടമില്ല. സൂസൈഡ് ചെയ്യുന്ന ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് കൂടെ സൂസൈഡ് ചെയ്യും, പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റില് മരിക്കാൻ മനസ്സ് വരൂല. പിശാച് കേരി കളിക്കുമ്പോൾ സൂസൈഡ് ചെയ്യും. പക്ഷെ അവിടെയും പോയിട്ട് ചില ആൾക്കാർ സൂസൈഡ് ചെയ്തിട്ട് ടവലെടുത്തിട്ട് ചുടിദാർ എടുത്തിട്ട് ഷാളെടുത്തിട്ട് കട്ടിട്ട് കഴുത്തിൽ വെച്ച് ഇങ്ങനെ കുതിക്കുന്നു. ഇങ്ങനെ ചാടുമ്പോ അയ്യോ പേടി വരും, ഓടി വരും. മരിക്കാൻ ആഗ്രഹമുണ്ടോ? എനക്കും ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. മരിക്കണമെന്നല്ല, അടിക്കണം വെട്ടണം തേച്ച് അങ്ങനെ നമ്മളെ വെട്ടണം, അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സൂസൈഡ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. സൂസൈഡ് ചെയ്യുന്ന ആഗ്രഹം, ഇങ്ങനെ സൂസൈഡ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ആ അർത്ഥം വരുമ്പോ ഞാൻ ഇതൊക്കെ മുൻപ് പല മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്. സഹനം, സഹിക്കുന്നത്, വെറുപ്പ്, ക്ഷമ, സൂസൈഡ് ഇങ്ങനെ വരും. അത് 100-1, 1000-1 വ്യക്തിയിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അതൊന്നും രക്ഷപ്പെടും. പക്ഷേ ഇങ്ങനെ അടിവരച്ച് കാണിക്കുക. സ്നേഹിക്കുന്നു മുഴുവൻ. നീ സ്നേഹിക്കുന്ന വാക്കുക്ക് അർത്ഥം എന്നല്ല, എനിക്ക് വേണ്ടി നീ തന്നെ നിന്നെ സാക്ഷ്യമായിട്ട് പകരാൻ നീ റെഡിയാണോ ഇതിനർത്ഥം. ഇത് ആഴത്തിൽ ചിന്തിക്കുകയും ആഴത്തിൽ അറിയാനുള്ള സന്ദേശം ഇതാണ്. മുകളില് പച്ച കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന പോലെ തോന്നും. ഞാൻ സ്നേഹിക്കുന്നു, എനിക്കറിയാലോ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ആഴത്തിൽ ഉള്ള അർത്ഥം ഇതാണ്. അതുപോലെ സ്വയം അറമുറുക്കുകയും ഇഷ്ടമുള്ള ഇടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. നീ നല്ല രീതിക്ക് ഇരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട രീതിക്ക് പോവാം, എവിടെ ഇറങ്ങാൻ കറങ്ങാൻ ചുറ്റാൻ ഉല്ലസിക്കാൻ ആഘോഷിക്കാം. പക്ഷെ വയസ്സായ ശേഷം നിനക്ക് ഒരാൾ വേണം, കൈ പിടിക്കാൻ ഒരാൾ വേണം. എനിക്ക് എപ്പോഴും ധ്യാനത്തിൽ പോകുമ്പോ ഇങ്ങനെ ഒരു ചിന്തിക്കാൻ പോലുള്ള അവസരം എനിക്ക് എപ്പോഴും ധ്യാനത്തില് ദൈവം തരും. എന്തുകൊണ്ടറിയോ? എന്റെ കൂടെ വരുന്നവൻ കണ്ണറിയാத കുമാർ. അവന് ധ്യാനം ഫുള്ള നിന്ന് 4 മണിക്കൂർ വെരിക്കോസ് വ്യാധി വരുന്ന രീതിക്ക് നിന്ന് പ്രസംഗിച്ചിട്ട് പിന്നെ അത് ക്ഷമയോടെ അവനെ പോയി അവിടെ പിടിച്ച് പതുക്കെ നടന്നു. കണ്ണറിഞ്ഞവൻ ചാടി ഓടി വരും, കണ്ണറിയാത്തവൻ പതുക്കെ നടന്നു. സ്റ്റെപ്പ് എവിടെ? ഡൗൺ സ്റ്റെപ്പ്, അപ്പ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കണം. അപ്പോ സ്റ്റെപ്പ് ഡൗൺ, ഇങ്ങനെ ഇറങ്ങി വരണം. അടുത്ത സ്റ്റെപ്പ് ഡൗൺ അങ്ങനെ പറയുന്നു, അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി വരണം. ആ കുമാർ, കണ്ണറിയാതെ കുമാർ പതുക്കെ കൊണ്ടുവന്നു. എനിക്ക് വിശപ്പ്, ഭയങ്കര വിശപ്പ് വരും. 4 മണിക്കൂർ കൂവിയിട്ട് പ്രസംഗിച്ചിട്ട് ഇങ്ങനെ എപ്പോഴാ തിന്നണം എനിക്ക് ഇങ്ങനെ ഭയങ്കര വിശപ്പ് വരും. പക്ഷെ ആ വിശപ്പോടെ ക്ഷമയോടെ കുമാർ കൊണ്ടുവന്ന് കൈപ്പിടിച്ച് കൊണ്ടുവന്ന് ആ ടാപ്പെല്ലാം ഓപ്പൺ ചെയ്തിട്ടിട്ട് വെള്ളത്തെ നനച്ച് വിട്ടാല് അവനക്ക് വെള്ളം വരണം അറിയാൻ പറ്റും. പിന്നെ ആ സോപ്പ് എടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കണം. അപ്പൊ അവനക്ക് സോപ്പ് വെച്ച് ടച്ച് ചെയ്യുന്നതായിരിക്കും എന്റെ പരിപാടി. അവന് അപ്പോ എന്റെ വീട്ടിലെ വയസ്സാന മമ്മിയെ കൊണ്ടുപോകുന്ന ഒരു ഫീൽ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ധ്യാനത്തിനും അവനെ കൊണ്ടുപോകുന്നുണ്ട്. നന്നായിട്ട് നിങ്ങളെല്ലാം 1 മണിക്കൂർ പാട്ട് പാടും. 1 മണിക്കൂർ കണ്ടിന്യൂസ് പാട്ട് പാടാൻ പറ്റും. അവൻ വെളുപ്പിന് വരയ്ക്കും പാട്ട് പാടി. വർക്കല ബീച്ചിക്ക് ധ്യാനം കൊടുക്കാൻ പോയി. 4 days കൺവെൻഷൻ. ലാസ്റ്റ് ഡേ 5 മണിക്ക് തുടങ്ങിയത് വെളുപ്പന 4:30 വരയ്ക്കും പാടിക്കൊണ്ടിരിക്കും. അതാ ദൈവം അവനക്ക് പ്രത്യേക ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കഴിവ്. പാടിക്കൊണ്ടേയിരിക്കും. കറിസ്മാറ്റിക് കേറിയ പാടിക്കൊണ്ടേയിരിക്കും, കണ്ണ് അറിയാതെ. അവൻ ഒറ്റയ്ക്ക് പ്ലേ ചെയ്യും, ഒറ്റയ്ക്ക് പാടും. അത് എങ്ങനെ പാടാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടെ, അങ്ങനെ പാടും. വർക്കല ബീച്ചിൽ தான் അവൻ ഫേമസ് ആയത്. അത്ര മണിക്കൂർ 5 മണിക്ക് ആരംഭിച്ചത് വെളുപ്പനെ തലയ്ക്ക് പിടിക്കുന്നവർക്ക് പാടിക്കൊണ്ടേ ഇരിക്കും. എല്ലാവർക്കും 2500 പേർക്ക് ഞാൻ തലയ്ക്ക് പിടിച്ചു. അന്നதான் എനിക്ക് ഊപ്പാടായത്. അത്ര പേർക്ക് തലയ്ക്ക് പിടിച്ചിട്ട് നൈറ്റ് 4:30 വന്ന് വീണ്ടും പാറശാല അവനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് വീണ്ടും ഇവിടെ വരുമ്പോ ഉറങ്ങാൻ വരും സമയമില്ല. സെബാസ്റ്റ്യൻ വന്നിട്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. നേരെ വന്നിട്ട് ആരാധന എടുത്ത് വെച്ചിട്ട് ഉറങ്ങാതെ പോയി പൂ വെച്ചല്ല കുർബാന ചൊല്ലിട്ട് വീണ്ടും വന്ന് ഇവിടെ കുർബാന ചൊല്ലിട്ട് 7 കാലത്ത് വന്ന അന്നുதான் ഒരുപാട് ആൾക്കാർ തലയ്ക്ക് പിടിക്കാൻ വന്നു. ഉറങ്ങണമെന്ന് ചിന്തിച്ച് ഉറങ്ങാൻ പറ്റാത്ത ദിവസമായി. വീണ്ടും 8 മണി 9 മണി 10:30 അപ്പൊ കാപ്പി കുടിച്ചിട്ട് ഉറങ്ങി. ഒരു 4-5 മണിയായിരിക്കും ഉറങ്ങി. അങ്ങനെ അവസ്ഥ. എപ്പോ സത്യം ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അറമുറുക്കുകയും ഇഷ്ടമുള്ള ഇടത്തേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അതിനെ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഒരു സമയമുണ്ട്. ഇത് മറക്കല്ലേ, മറക്കാൻ പാടില്ല, മറക്കാൻ പറ്റൂല. ഇത് യഥാർത്ഥമായി നേരിടണം. പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും
മറ്റൊരുവൻ എന്റെ അറ മുറുക്കുകയും ഇങ്ങനെ വയസ്സായപ്പോ അവധിക്കെല്ലാം പോയാൽ എന്റെ പപ്പയ്ക്ക് ഞാൻ മുടി വെട്ടി വിടും, ഷേവ് ചെയ്ത് വിടും. ഞാൻ அந்த முடி வெட்டின பார்பரை விழிச்சா வயசான ஆட்களுக்கு அவங்க வெட்டான் அவங்களுக்கு இஷ்டம் வரும்ல, அவங்களுக்கு ஒரு அன்னிசி தோணும். அதுകൊണ്ട് அவங்க விழிச்சாலும் 500 ரூபா கொடுத்தாலும் வரும்ல, 1000 ரூபா கொடுத்தாலும் வரும்ல, வரத்தில்ல அவங்க மாதிரி வரும்ல. அதுകൊണ്ട് வேற வந்து நம்ம பிள்ளைரு தான் ஷேவ் செய்யணும், முடி வெட்டி விடணும். എന്റെ പപ്പയ്ക്ക് ഞാൻ പോകുമ്പോ മുടി വെട്ടി വിടും. അപ്പൊ ഗതി അത് അവസ്ഥ. ഇപ്പൊ നമ്മ ഇത് ഗംഭീരമാ നോക്കാം, കേൾക്കാം, സൂപ്പറാ ഇരിക്കും, പ്രസംഗം കേൾക്കാൻ കൊള്ളാം. പക്ഷെ വയസ്സാകുമ്പോ അവൻ വന്ന് ഇങ്ങനെ കെട്ടിയിടണം, ഇങ്ങനെ സേവ് ചെയ്യണം, ഇങ്ങനെ കുളിപ്പിക്കണം, ഇതെല്ലാം ഇതുപോലെ അവസരങ്ങൾ വരും. ഈ അവസരങ്ങളെല്ലാം ഈ സുവിശേഷ പ്രതി നീ സാക്ഷ്യം വഹിക്കണമെന്നുള്ള അർത്ഥമാണ്. സുവിശേഷ പ്രതി നീ സാക്ഷ്യം വഹിക്കണം എന്നുള്ള അർത്ഥമാണ്. ലാസ്റ്റും മഹത്വപ്പെടുത്തണം എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ നിന്റെ ഡെത്ത് നോർമലായിട്ട് പോകത്തില്ല, വ്യത്യസ്തമായിട്ട് നീ മരിക്കുമെന്ന് അടിവരച്ച് കാണിക്കുക. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. നീ സ്നേഹിക്കുവോ എന്നുള്ള വാക്ക് ഉപകർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രതി, എന്റെ സുവിശേഷ പ്രതി നിനക്ക് ഒരു അപകടം വരാൻ പോവാ, എന്നെ ഇങ്ങനെ അടിച്ചു കൊള്ളു, നിന്നെ വേറെ രീതിക്ക് വെച്ച് കൊള്ളും, തലക്കുപ്പുറച്ച് അടിച്ചു കൊള്ളും. കുരിശില് പത്രോസ് വ്യത്യസ്തമായിട്ട് അടിച്ചു കൊള്ളും. അങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടു, അന്തരോസ് ഇങ്ങനെ കൊള്ളും, എന്റെ പേരുള്ളവനെ ഇങ്ങനെ കൊള്ളും, എക്സ് രീതിക്ക് കുരിശിൽ വെച്ച് കൊള്ളും. അതും ഒരു ബുദ്ധിമുട്ടാണ്. നേരെ കൊണ്ടാ ഇങ്ങനെ ഈസിയാണ്, ഇങ്ങനെയാണ് അത് ഒരു വ്യത്യാസമായിട്ട് കാല വെച്ച് വേദനിക്കും, ഭയങ്കര വേദനിക്കും. അങ്ങനെ അടിച്ചു കൊള്ളുന്നത് ഇങ്ങ ഇരിക്കും. പത്രോസും വേറെ ഏത് തരത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. നീ ഉപകർത്താവിന് പറഞ്ഞിട്ട് കാര്യമില്ലടാ മോനെ ദിനേശ, പത്രോസ് എന്നെ പ്രതി, എന്റെ സുവിശേഷ പ്രതി മഹത്വപ്പെടുത്താൻ, സാക്ഷ്യപ്പെടുത്താൻ റെഡി ആയിക്കോല്. നീ മരിക്കാൻ പോകുന്നത് എന്നെ പോലെ വേറെ രീതിക്ക് നീ മരിക്കുമടാ പത്രോസ് എന്ന് അടയാളം കാണിക്കുക. അതേപോലെ ഇന്ന് നമുക്ക് കൊടുക്കുന്ന ഒരു അടയാളം അതല്ല മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മരിക്കേണ്ട, പക്ഷെ സാക്ഷ്യപ്പെടുത്തുന്നത് വയസ്സാകുമ്പോ മറ്റു മക്കൾക്ക് സഹായിക്കുകയും അപ്പനെ നോക്കുകയും അപ്പനക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയും പാചകം ചെയ്ത് കൊടുക്കുകയും ചായ കൊടുക്കുകയും കാപ്പി കൊടുക്കുകയും മുടിവെട്ടി കൊടുക്കുകയും കുളിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷ്യമാണ് ഈ സുവിശേഷത്തിന്റെ പ്രതിയുള്ള സാക്ഷ്യമാണ്. കുർബാനയിൽ പങ്കെടുത്തപ്പോരെ, പാദബലിയിൽ പങ്കെടുത്തപ്പോരെ പകരം ചെയ്യേണ്ടത് ഈ സുവിശേഷത്തെ പ്രതി നമ്മ വയസ്സായുള്ള നമ്മ കുടുംബത്തിലുള്ള പപ്പ, മമ്മി, ചേട്ടൻ, ചേച്ചി, അനുജൻ, അങ്കിൾ, നാത്തു, ഇതുപോലെ ഉള്ള ആൾക്കാർക്ക് ചില വീടുകളിൽ ഭവനങ്ങളിൽ കല്യാണം കഴിക്കാതെ നാത്തു ഉണ്ട്. എവിടെ പോകും? നീ തന്നെ ആ നാത്തനെ നന്നായിട്ട് നോക്കണം. കല്യാണം കഴിഞ്ഞ കുഴപ്പമില്ല, ഭർത്താവ് നോക്കും. കല്യാണം കഴിയാത്ത ആൾക്കാരുണ്ട്, പാവമാണ്. അപ്പ ഉണ്ടെങ്കിൽ അപ്പൻ നോക്കും, പപ്പ ഉണ്ടെങ്കിൽ പപ്പൻ നോക്കും. പക്ഷേ യാരും ഇല്ലാത്ത സ്ഥിതിക്ക് ചില വീടുകളിൽ അനുജത്തി ഉണ്ടാവും, ഭർത്താവ് മരിച്ചു കാണും. അപ്പൊ ചേട്ടൻ നിലയ്ക്ക്, അനുജൻ നിലയ്ക്ക് ആ അനുജത്തിക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ട വ്യക്തിയാണ് നീ, സാക്ഷ്യമായിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ് ചേട്ടൻ നിലയ്ക്ക് നീ, അനുജൻ നിലയ്ക്ക് നീ. ഇതുപോലെ ചില കുടുംബങ്ങളിൽ അനുജത്തി മരിച്ചു കാണും, ചേട്ടൻ സംരക്ഷണം കൊടുക്കും. ചില വീട്ടുകളിൽ ചേച്ചി മരിച്ചു കാണും, അനുജൻ സംരക്ഷണം കൊടുക്കണം. ചില വീടുകളിൽ ഭർത്താവ് മരിച്ചു കാണും, മൂത്ത ചേട്ടൻ സംരക്ഷണം നൽകണം ആ ചേച്ചിക്ക്, ആ സഹോദരിക്ക്. ഈ മനോഭാവം, ഈ ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ പത്രോസ് പറയുന്ന ആ വാക്ക് റിയൽ വാക്കായിട്ട്, അടിത്തറ വാക്കായിട്ട് നിങ്ങൾക്കും എനക്കും മാറും. അങ്ങനെയുള്ള വാക്ക് മാറാനും സുവിശേഷത്തെ പ്രതി സാക്ഷ്യം വഹിക്കാനും ഈശോയെ പ്രതി സാക്ഷ്യം വഹിക്കാനുമുള്ള അടയാളം ഈശോയ്ക്ക് കിട്ടിയതുപോലെ നമുക്ക് കിട്ടണം. ഇന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഈശോ പത്രോസ് ചോദിച്ചതുപോലെ ഇന്ന് പറയുക. ഇപ്പൊ നിന്റെ പപ്പ ദാസനാണെങ്കിൽ, ദാസൻ മകനായ സെബാസ്റ്റ്യാൻ നീ എന്നെ സ്നേഹിക്കുന്നുവോ? സൂസബിന്റെ മകനാണ് ബെല്ലായെ നീ സ്നേഹിക്കുന്നുവോ? ഷാജി മകനായ മിനി പോലെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ജോണി മകനായ ജോയലെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ ഓരോരോ അപ്പന്റെ പേര് ചൊല്ലിയും സ്നേഹിക്കുന്നുവോ എന്ന് ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ഉത്തരം ഈ പത്രോസ് പോലെ നല്ല ഉത്തരം, സാക്ഷ്യം പകരാനുള്ള ഉത്തരമായിട്ട് മാറുവോ, ഇല്ല ചുമ്മാ തേച്ചിട്ട് പോകുന്ന ഉത്തരമായിട്ട് മാറുവോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ നല്ല ഉത്തരം കൊടുക്കാനും നല്ല മനോഭാവം വളരാനും നല്ല ബോധം നമുക്ക് കിട്ടാനും കുടുംബത്തിലുള്ള ഓരോരുത്തരും സ്നേഹിക്കാനും സുവിശേഷത്തെ പ്രതിയും ഈ ഈശോയെ പ്രതിയും സാക്ഷ്യം വഹിക്കാനുള്ള കൃപ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരണ്ട് കരങ്ങളെയും സരസിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുകരിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങോട്ട് കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ,
ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. സങ്കീർത്തനം 47:1. God bless you, 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 many people. Whatever ഈശോയേ 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.